വാഷിംഗ്ടൺ പോസ്റ്റ് സിഇഒ രാജിവെച്ചു. വൻതോതിലുള്ള പിരിച്ചുവിടലുകൾക്ക് പിന്നാലെ ഉണ്ടായ പ്രതിസന്ധിയെ തുടർന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് സിഇഒ വിൽ ലൂയിസ് രാജിവെച്ചു. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇറാൻ-അമേരിക്ക ചർച്ചകൾ മസ്കറ്റിൽ നടന്നു. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കരുത് എന്ന നിബന്ധന ട്രംപ് ആവർത്തിച്ചു. ഇറാൻ ഒരിക്കലും സീറോ എൻറിച്ച്മെന്റ് അഥവാ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തൽ അംഗീകരിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടമാക്കുന്നത് ഇറാന്റെ അലംഘനീയമായ അവകാശമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ചർച്ചാവിഷയമാക്കില്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ഇത് രാജ്യത്തിന്റെ പ്രതിരോധത്തിന് അത്യന്താപേക്ഷിതമാണെന്നും മറ്റൊരു രാജ്യവുമായി ഇതിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചകൾക്ക് പിന്നാലെ ഇറാന്റെ എണ്ണക്കപ്പലുകൾക്ക് മേൽ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിനെ അദ്ദേഹം വിമർശിച്ചു. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീൻ ഒരു മൊസാദ് ഏജന്റ് ആയിരുന്നുവെന്ന് FBI രേഖകൾ വ്യക്തമാക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അനിൽ അംബാനിയുടെ പേരും ഈ ഫയലുകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയും US-ഉം തമ്മിലുള്ള പുതിയ വ്യാപാര കരാർ പ്രകാരം റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചേക്കുമെന്ന് സൂചനകളുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ ബ്രിട്ടീഷ് ടൂറിസ്റ്റ് കൊല്ലപ്പെട്ടു. കാണാതായ ബ്രിട്ടീഷ് വനിതയെ മന്ത്രവാദത്തിനായി കൊലപ്പെടുത്തിയതായി സംശയിക്കുന്നു. പ്രധാനമന്ത്രി സനാ ടക്കായിച്ചിയുടെ നേതൃത്വത്തിലുള്ള LDP സഖ്യം ജപ്പാനിൽ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. തായ്ലൻഡിൽ ഇന്ന് പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പരിഷ്കരണവാദികളും യാഥാസ്ഥിതികരും തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. അമേരിക്കയും റഷ്യയും തമ്മിലുണ്ടായ ആണവായുധ നിയന്ത്രണ കരാറിന്റെ കാലാവധി ഇന്ന് അവസാനിച്ചു. ഇത് ലോകത്തെ പുതിയൊരു ആയുധ മത്സരത്തിലേക്ക് നയിച്ചേക്കുമെന്ന് ആശങ്കയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യൻ സന്ദർശനം പൂർത്തിയായി. സെമി കണ്ടക്ടർ, പ്രതിരോധം, ഡിജിറ്റൽ പേയ്മെന്റ് എന്നീ മേഖലകളിൽ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും 11 കരാറുകളിൽ ഒപ്പുവെച്ചു. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിനു പിന്നാലെ ചെനാബ് നദിയിലെ 5129 കോടി രൂപയുടെ സബാൽകോട്ട് പദ്ധതിക്ക് സർക്കാർ വേഗത കൂട്ടി. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 100 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ 6ാം തവണയും അണ്ടർ-19 ലോകകപ്പ് ചാമ്പ്യന്മാരായി. വൈഭവ് സൂര്യവംശി ഫൈനലിൽ 175 റൺസ് നേടി ചരിത്രം കുറിച്ചു. ന്യൂസിലൻഡ് ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇംഗ്ലണ്ട് മുംബൈയിൽ നടന്ന മത്സരത്തിൽ നേപ്പാളിനെ 4 റൺസിന് പരാജയപ്പെടുത്തി. ഒരേ കെട്ടിടം ഒന്നിലധികം പേർക്ക് വിറ്റ് 500 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് നടത്തിയതിന് 32nd അവന്യൂ സിഇഒയെ ഗുരുഗ്രാമിൽ അറസ്റ്റ് ചെയ്തു. RSS ആവശ്യപ്പെട്ടാൽ താൻ സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്ന് സംഘടനാ മേധാവി മോഹൻ ഭാഗവത് പ്രസ്താവിച്ചു. തിരുവല്ലയിലെ സ്പായിലെ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികൾ സംസ്ഥാനം വിട്ടതായി സൂചന. സ്പായിലെ മറ്റൊരു വനിതാ ജീവനക്കാരിക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന് അതിജീവിത വെളിപ്പെടുത്തി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഒരു സ്പാ കേന്ദ്രം നഗരസഭ അടപ്പിച്ചു. നഗരത്തിലെ എല്ലാ സ്പാകളിലും കർശന പരിശോധനയ്ക്ക് മേയർ ഉത്തരവിട്ടു. മലപ്പുറത്ത് സവാള കയറ്റി വന്ന ലോറിയിൽ നിന്ന് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തു. 10,500 ഡിറ്റനേറ്ററുകളും 448 പാക്കറ്റ് ജലാറ്റിൻ സ്റ്റിക്കുകളുമാണ് പിടിച്ചെടുത്തത്. ശബരിമല സ്വർണ്ണത്തട്ടിപ്പ് കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തട്ടിപ്പിലെ മുഖ്യപ്രതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു അന്വേഷണം. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആന്റോ ആന്റണി MPയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ഫൈനലിൽ സർവീസസിനോട് 1 ഗോളിന് തോറ്റ് കേരളം റണ്ണേഴ്സപ്പായി. അധിക സമയത്തിന്റെ 109ാം മിനിറ്റിലായിരുന്നു സർവീസസിന്റെ വിജയ ഗോൾ. കേരളത്തിൽ ഡെങ്കിപ്പനി, സിക്ക വൈറസ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ICMR പഠനം ആരംഭിക്കുന്നു. ജനുവരിയിൽ മാത്രം 378 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.